അങ്ങനെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള നെവിനും ഷാനവാസും തമ്മിലുള്ള അടി ഏകദേശം ഒന്നിങ്ങനെ കെട്ടടങ്ങി കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുതിയ കിച്ചൺ ടീം ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അനുമോളാണ് അതിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ഈ ടീം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മെയിൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിഷൻ പറഞ്ഞിരുന്നു, ഈ ചെറിയ കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ അരിയുന്ന വഴിക്ക് ചെറിയ തക്കാളിയോ ഒക്കെ എടുത്ത് കഴിച്ചതിൻ്റെ പേരിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം നെവിൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നെവിൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും അങ്ങനെ. അപ്പം നെവിൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു കഷ്ണം മല്ലിയില അവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ അതിനെതിരെ അനുമോൾ അത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഇങ്ങനെ ഓരോരുത്തർ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങളും അത് മുഴുവൻ എടുത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് പറയുന്നു. അങ്ങനെ നെവിൻ ആ ചെറിയ മല്ലിയിലയും കൊണ്ടുപോയിട്ട് എന്തോ ഒരു സാധനത്തിലിട്ട് ഇങ്ങനെ പിച്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് അതിങ്ങനെ തട്ടുന്നു. ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ മല്ലിയില എടുക്കാനായിട്ട് ശ്രമിച്ചതാണെന്ന് പറയുന്നു. പക്ഷേ ഷാനവാസാണ് ആ ബൗള് തട്ടിയിട്ട് ആ ബൗള് എന്നിട്ട് ആ കപ്പിലിടിക്കുന്നു. കപ്പും ഒക്കെ കൂടെ താഴെ വീണ് കപ്പ് പൊട്ടിപ്പോകുന്നു. പിന്നെ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഷാനവാസും നെവിനും കൂടെ ഇടിയാണ്. അതിനിടയ്ക്ക് വീട്ടുകാരൊക്കെ കൂടെ വന്ന് അനീഷും അക്ബറും അഭിലാഷും ഒണിലും ഒക്കെ വന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നെഞ്ചുകൊണ്ട് ഉന്തി ഉള്ള പരിപാടിയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇടയ്ക്ക് വന്ന് നിൽക്കുന്നു. അതിൽ അനീഷിനെ പിടിച്ച് തള്ളി മാറ്റുന്നു. പിന്നെ പതിപോലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് താനാരാ എൻ്റെ ഫുഡ് എടുത്ത് കളയാനായിട്ട് പ്രോപ്പർട്ടി നശിപ്പിച്ചതിനെതിരെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അതിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആദില വന്നിട്ട് സംസാരിക്കും. അപ്പം ആദിലേനെയും നൂറേനെയും കൂടെ ഈ പെങ്ങൾ കുട്ടി കാർഡ് ഇവിടെ ഇറക്കണ്ടെന്ന് നെവിൻ പറയുകയും അപ്പം ആദില തിരിച്ചിട്ട് നീ ഇവിടെ ഇറക്കുന്നത് വൃത്തികെട്ട കാർഡാണ്, അത് പറഞ്ഞാൽ നീ നാറുവെന്ന് നെവിനോട് തിരിച്ചു പറയുകയും പിന്നെ നെവിൻ മൊത്തം ആദിലേൻ്റെ പുറകിലാണ്. ഞാൻ എന്ത് വൃത്തികെട്ട കാർഡാണ് ഇറക്കണമെന്ന് നീ ഇവിടെ നിന്ന് പറയണം, ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദിലേയും നെവിനുമായിട്ട് പിന്നെ പ്രശ്നം. അതിൽ നെവിൻ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും, എനിക്കിത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. ലക്ഷ്മി ഇവർക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോഴത്തേക്കിനും അത് വലിയ പ്രശ്നമായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കെതിരെ ഞാൻ വൃത്തികെട്ട കാർഡ് ഇവിടെ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞതും എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കൂടെ കച്ചറ. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നെവിൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മറ്റുള്ളവരെ ബോധർ ചെയ്യാതെ സ്വന്തമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നെവിൻ ഇത്തരത്തിലുള്ള ഒരു ആക്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോപ്പർട്ടിക്ക് ഡാമേജ് വരുന്ന തരത്തിലുള്ള ഒരു ഓവർ റിയാക്ഷൻ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രത്തോളം റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്.